షుగర్ మాత్రం వేసుకున్నారు కానీ బీపీ మాత్రం వేసుకోలేదు. నా వల్ల కాలేదు బాబు. എന്തോന്നാ പറഞ്ഞേ? ബിപിയുടെ ഗുളിക കഴിച്ചില്ല എന്ന്. ഒത്തിരി ഉണ്ടോ? വേണോ? എടുത്തോ. എനിക്ക് എടുത്തോ. ഈശ്വര, നിലവിളക്കുള്ളിട്ട് പണി കഴിച്ചെന്നാ തോന്നുന്നേ. ഓടിക്കോ. പരദേവതകൾ കള്ളം പറയില്ല. എനിക്കും സംശയമില്ല. 6 വയസ്സുള്ളപ്പോൾ കുമാരിയുടെ കഴുത്തിൽ താലി ചാർത്തിയ സൂര്യനാരായണൻ തന്നെയാണിത്. സൂര്യനാരായണ, കുമാര, നോവുന്നു പറഞ്ഞില്ലേ എന്റെ അമ്മോ, എന്റെ ഭാരതി. ഒയ്യോ ഭാരതി, വേണ്ട, ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ചതിയന, ദുഷ്ടന, വഞ്ചകന. ഒയ്യോ, ഈ ഏറങ്ങാനും കൊണ്ട് ഞാൻ ചത്തുപോയാ നീ വിധവയായി പോയില്ലേ? ഇതിലും ഭേദം അതാ. അയ്യോ, എന്നെ ബോധം കെടുത്തിട്ടിട്ട് ആ വട്ട് രാജകുമാരുടെ കൂടെ ആട്ടവും പാട്ടും. എന്റെ കസ്തൂരി മാമ്പഴ പെണ്ണാണെന്നും പാടില്ല. നിർത്ത്. എടി, ഞാൻ ആ രാജകുമാരിയെ കെട്ടാനോ അന്തപുരത്തെ കയറി രാസലീല ആടാനൊന്നും പോകുന്നില്ല. രാജഗുരു പറഞ്ഞ പോലെ സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല, എല്ലാം അഭിനയല്ലേ. എടി, ഞാൻ കനകനാ, നിന്റെ കനകേട്ടൻ. പണത്തിന് പൊന്നിനും ഒന്നും വേണ്ടിട്ടല്ല, വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരു സഹായം. ഭാരതി, വർഷം 5 നമ്മൾ ഒരു മനസ്സായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലോ. കഷ്ടം. നീ ആള് ചെറിയ പുള്ളിയൊന്നുമല്ലല്ലോ. ശരിക്കും എന്താ സംഭവിച്ചത്? രാജഗുരുവിനെ എങ്ങനെയാടാ കനകാംബര നീ കുപ്പിയിലിറക്കിയത്? എന്തോ എടാ കനകാംബരെന്നോ? സംഗതി മാറി മോനെ. നോം സൂര്യനാരായണ ഗാരു. രാജകുമാരനോട് കൊട്ടാരത്തിലെ താഴേക്കടയിലുള്ള അന്തേവാസികൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാളോ ഒന്ന് വായിച്ച് പഠിക്കേ. ബുക്കിന്റെ പേര് രാജകുമാരനും ബാല്യക്കാരും. ആ സ്ഥലം വിട്ടോ ബാല്യക്കാരെ. നോം പട്ടമഹിഷിയുമായിട്ടൊന്ന് സല്ലപിക്കട്ടെ. കടന്നു പോകൂ. വേലി കിടന്ന പാമ്പിനെടുത്ത് എവിടെയോ വെച്ചതുപോലെ ആയല്ലോ వల్లియేటా. నిన్ను రాజమండ్రి నుంచి తీసుకొచ్చుకున్నది ఇతన్ని నిజమైన రాజాన్ని నీ చేత చెప్పించుకోవడానికి కాదు. നരസിംഹ, സത്യം എന്റെ മുമ്പിലുള്ളപ്പോ കള്ളം പറയാൻ പറ്റുമോ? കേരളക്കാർ കൊട്ടാരം തീരെടുക്കാൻ അങ്ങ് കൂട്ടു നിൽക്കരുത്. കേരളക്കാരും ആന്ധ്രാക്കാരും എല്ലാം എനിക്ക് ഒരുപോലെയാ. എല്ലാവരും മനുഷ്യരാ. സൂര്യനാരായണൻ ജീവിച്ചിരിപ്പില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഇത്ര ഉറപ്പിച്ചു പറയാൻ നിനക്കങ്ങനെ കഴിയും? സത്യം പറ. 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിൽ എന്താ സംഭവിച്ചത്? സൂര്യനാരായണന്റെ അച്ഛൻ അവിടെ. നരസിംഹ, പലരും പലതും മറന്നു കാണും, പക്ഷെ ഞാൻ മറക്കില്ല. ബിപി മാത്രമേ വേസ്കൊണ്ടി. ഇത് സൂര്യന്റെ 15ാം പിറന്നാളിന് സ്കെച്ച് ചെയ്തതാ. ഇത് 20, ഇത് 25. ഇതിപ്പോഴത്തെ ഒന്നും മുഴുവനാക്കിയിട്ടില്ല. ഇനിയാവോ ആളിനെത്തിയല്ലോ. അതെ, ഇനി ഇത് വരച്ചു തീർക്കാം. കുട്ടിക്കാലത്ത് കുമാരന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് വരച്ചതാ. ശരിക്കും അതുപോലെ ഒരു മാറ്റമില്ല. ഇതിനെയാ ദൈവിക പൊരുത്തം എന്ന് പറയുന്നത്. അത് ഞാൻ രാജകുമാരിയുടെ മുമ്പിൽ വെച്ച് ഭ്രാന്ത് കാണിക്കുന്നു. സുന്ദരി, തനിക്ക് എന്ത് പറ്റി? എനിക്ക് സഹിച്ചില്ല. അതെന്താ? അല്ല, അത് കുമാരി നല്ല ചിത്രകാരിയാ. പക്ഷെ
കുമാരന്റെ സൗന്ദര്യത്തിന്റെ ഒരു അംശം പോലും ഈ ചിത്രത്തിലില്ല. മതി ചിരിച്ചത്. ചിരിച്ചു ചാവാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? തക്ക സമയത്ത് നാവിലെ ഗുളികൻ അവതരിച്ച് നിന്നെ രക്ഷിച്ചതാ ഭാരതി. അല്ലെങ്കിൽ തോഴി ശശികലയുടെ തല മുണ്ടനം ചെയ്ത് 101 ചാട്ടവാറടി ഉറപ്പ്. അതാണ് കൊട്ടാര രീതി. ഒരു ചിത്രകാരി. അവളാരാ രാജാ രവിവർമ്മയുടെ കൊച്ചുമോള്. എന്റെ സകല കൺട്രോളും പോയി. ഇക്കണക്കിന് പോയ ശത്രുക്കളെ കൊല്ലും മുമ്പ് ഞാൻ തന്നെ തട്ടു അവളെ. രാജാവേ, 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 അയ്യോ രാജാവേ, കാത്തുകൊല്ലണേ കനകാംബര രാജാവേ. അമ്മേനെ ഞാൻ ഇവിടുത്തെ ഒരു പാവം പ്രജയാണ്, കൈവിടരുതേ കനകാംബര രാജാവേ. എന്തിനാണ് നിന്നെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മച്ചിയാണ് ഗ്യാപ്പ് കളിച്ച് കളിച്ച് ഞാൻ ഒരു പരുവായി രാജാവളിയാ. എന്നെ ഇവിടുത്തെ ഒരു മന്ത്രിയാക്കണം. മന്ത്രിയാ? വാ നിന്നെ. ബെസ്റ്റ് ബെസ്റ്റ്. നമ്മൾ രണ്ടാളും ഒരേ ലെവലാ. തറ അല്ലെങ്കിൽ രാജാവാവാങ്കി എനിക്ക് മന്ത്രിയാവാം. ആരെവിടെ പുളപ്പന വെച്ച് 4 ആപ്പിൾ ജ്യൂസുകളും മറ്റും കൊണ്ടുവരൂ. ഇങ്ങനെയൊക്കെ ഉത്തരവിട്ടാ പോരെ. ഇവിടെ പറഞ്ഞാളെ അളിയന്റെ കൂടി പറഞ്ഞ എന്റെ പട്ടാഭിഷേകം നടത്തി തരീ. പട്ടാഭിഷേകമല്ല, നിന്റെ ശവോടൊക്കെ നടത്തി തരാം. മര്യാദക്ക് പോന്നോളാം. മന്ത്രിയാക്കാതെ ഈ കോവാലിനെ പറഞ്ഞു വിടാനാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ അമ്മച്ചിയാണ് നിങ്ങളെ രായപ്പെട്ട ഞാൻ തെറിപ്പിക്കും. കൊള്ളത് മുഴിക്കാൻ ഞാൻ ഇവിടെയൊക്കെ വിളിച്ചു കൂവും. കേട്ടോ? മിണ്ടരുത്. മന്ത്രിയോ തന്ത്രിയോ എന്ത് കുന്തം വേണമെങ്കിൽ അയക്കോ. പക്ഷെ ഒരു കാര്യം, നീ ആരാണെന്നോ ഞാൻ ആരാണെന്നോ ഭാരതി ആരാണെന്നോ ഇവിടെ ആരും അറിയരുത്. മനസ്സിലായോ? ഉത്തരവുകൾ പ്രഭു. നിൽക്കവിടെ. എന്തര്? ആക്രാന്തം കാട്ടരുത്. എന്തരനോട്? ആഹാരത്തിനോടും സ്ത്രീകളോടും. ശരി ശരി, അന്ന് പോയിട്ടു കരയണ്ടാട്ടോ. തള്ള നല്ല നെരുപ്പ് കുച്ചിയായി. മന്ത്രിയായിട്ട് കൂടെ വരയ്ക്ക് ആരും ഇതുവരെ കിട്ടിയില്ലല്ലേ. ആരെവിടെ? എവിടെ ഒരു പയലികളെ കാണാനില്ല. രാജകുമാരിയുടെ ചേച്ചിയായിരിക്കും. കണ്ടിട്ടൊരു ബാച്ചിലർ ലുക്ക്. വളച്ച പാതി രാജ്യം കിട്ടും. രാജ്യം കിട്ടിയ പിന്നെ ഞാൻ ആര്? രാജാവ്. ഹലോ, ഐ ആം മിനിസ്റ്റർ കോവാലെ. അപ്പ് ചീത്ത വിളിക്കണേ. എന്താ പോണേച്ചേ? ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? സമയം കളയാതെ രാജകുമാരിയുടെ പള്ളിക്കെട്ടിനുള്ള മുഹൂർത്തം കുറിക്കലായിരുന്നു. ഭവതിക്ക് നമ്മെ മനസ്സിലായില്ലേ? ഞാൻ കൊടുത്ത മന്ത്രി പൊങ്കവേ ഇന്ന് ചാർച്ചെടുത്തേ ഉള്ളു. നമുക്ക് ഭവതിയെ ரொம்ப പിടിച്ചിരിക്ക്. നമ്മളെ പള്ളിക്കെട്ട് കൈയോടെ നടത്തിക്കൂടെ? ഗാഡിത കൊടുക്ക. ഗാഡിത കൊടുക്ക. അതെന്തൊരു കുന്തരണ്ടം. കല്യാണം രാജമന്ത്രി വെച്ചായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചെല്ലക്കളി തോഴി, ഈ ഗാഡിത കൊടുക്കാന്ന് വെച്ചാൽ എന്തരെ ഇഷ്ടമാണെന്നാണ്? അല്ല, പിന്നെ നമസ്കാരം പറഞ്ഞത്. അല്ല, അതായിരുന്നല്ലേ? ഞാൻ ഉരയിച്ചില്ല. ഗാഡിത കൊടുക്ക നമസ്കാരം. നല്ല ഒരു തെലുങ്ക് പീസ് വരുന്നത്. ഗാഡിത കൊടുക്ക നമസ്കാരം പറയാം. ഏമണ്ടി ബാഗണ്ടാരാ? ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം നാക്കെടുത്ത തെറിയ പറയോളാ. തനിക്ക് ചെവി കേട്ടൂടെ? ഗാഡിത കൊടുക്ക. സമ്മതിക്കാൻ പാടില്ല. തല പോയാലും സമ്മതിക്കാൻ പാടില്ല. അതെ, എവിടെ നിന്നോ വലിച്ചഴിച്ചു വന്നു 7-ാം കൂടി നാടകക്കാരൻ രാജകുമാരിയെ വെളുക്കുക. ഇത് കലക്കണം. അയ്യോ, പക്ഷേ ഏട്ടാ നമ്മുടെ സ്വത്തിന്റെ കാര്യം. അതൊക്കെ ശരിയാ എന്ന് കരുതി പെണ്ണും പിടക്കോഴിയുള്ള ഒരുത്തനെ പിടിച്ച് റാണിയെ കെട്ടിക്കുവോ? అందరూ వినండి. మన గురుజీ గారు ఈ రోజు సూర్యనారాయణకి కాంచనలక్ష్మికి శుభ ముహూర్తాన్ని చూడబోతున్నారు. കുറിക്കുമ്പോ എത്രയും നേരത്തെയുള്ള മുഹൂർത്തം ആയിക്കോട്ടെ. പ്രഷറിന്റെ ഇനിയുണ്ടോ പന്നക്കേശവരന്റെ? ഓ ക്ഷമിക്കണം ചന്ദ്രക്കേശവരന്റെ. മിണ്ടരുത്. മുഴുവൻ സാന്തനല്ലേ വാങ്ങി തിന്നത്. ഇനി ഒരൊറ്റ ഗുളി ഏരത്തില്ല. നോർമോയ് കീപ് സൈലൻസ്. മുഹൂർത്തം ഇന്ന് തന്നെ കുറിക്കണോ ഗുരുവേ? ഞങ്ങൾക്കൊരു കാര്യം ഓർമ്മിക്കാനുണ്ട്. അതെ, രാജകുമാരിയുടെ നന്ദിക്ക് വേണ്ടി ഒരു എന്താ ഗുരുവേ ഒരു വല്ലായിക? ഉദയലഗ്നവും ആരൂഢവും തടുത്തിരിക്കുന്നു. മനസ്സിലായില്ല. ചെറിയൊരു വിഘ്നം. പരിഹാരം കാണില്ലല്ലേ? 76 നാഴിക കഴിഞ്ഞ് ഒന്നുകൂടി ആരൂഢം വെക്കാം. അപ്പോഴേക്കും ദോഷം നീങ്ങി കിട്ടും. മിസ്റ്റർ ചന്ദ്രന്റെ ഈ 76 നാഴിക എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? അതറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ ഗുളിക കച്ചവടത്തിൽ നിൽക്കുവോ? ആരൂഢ ദോഷം മൂലം പള്ളിക്കെട്ടിന്റെ മുഹൂർത്തം മാറ്റിവെക്കേണ്ടി വന്നത് ഒരു തരത്തിൽ നമുക്ക് അനുകൂലമായി.
ഇനി നമ്മുടെ മുമ്പിൽ 76 നാഴിക ബാക്കിയുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ കൊട്ടാരവും സർവ്വ സ്വത്തുക്കളും സൂര്യനാരായണനിലൂടെ കേരളക്കാരുടെ കയ്യിലാവും. ഒരേ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. 76 നാഴികയ്ക്കുള്ളിൽ ഈ സൂര്യൻ അസ്തമിക്കണം. എങ്ങനെ? നീ വിചാരിച്ചാൽ സാധിക്കും. കൊല്ലണം. കൊട്ടാരത്തിൽ വെച്ചല്ല, ആഹാരത്തിൽ മായം ചേർത്ത് ബോധം കെടുത്തി പുറത്ത് കടത്തി തട്ടണം. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കാം. കാത്തിരുന്ന് കണ്ടതിലുള്ള സന്തോഷമൊന്നും സൂര്യന്റെ മുഖത്ത് കണ്ടില്ല. ഏയ്, കുമാരി കരുതുന്ന പോലെയല്ല. ഉണ്ട്, ഉള്ളില് ഭയങ്കരായിട്ടുണ്ട്. 76 നാഴിക കഴിഞ്ഞാൽ നമ്മൾ ഒരുമിക്കാനുള്ള മുഹൂർത്തം കുറിക്കപ്പെടും. അതെ, ആ നിമിഷം മുതൽ നമ്മൾ ഒന്നാവും. അതെ അതെ. 24 വർഷങ്ങൾ, ഓരോ ദിവസവും ഒരു യുഗമായിരുന്നു. കുഞ്ഞനാളിൽ ഓമനിച്ചവരും ലാളിച്ചവരും എല്ലാ ശത്രുപക്ഷത്ത്. എന്റെ ജീവനായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതിനെന്താ, ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ശരിയാ ശരിയാ. സൂര്യ, ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങണ്ട. അയ്യോ, ഉറങ്ങാതിരിക്കാനോ? അതെ, എനിക്ക് കുമാരനെ കണ്ടോണ്ടിരിക്കണം. ഓ, കണ്ണു ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്നെ വൃത്തിയായിട്ട് ഉറക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുമാര, ഒന്നിങ്ങ് വരൂ. വരച്ച ഞാനിപ്പോ വരായേ. ഉറക്കൊഴിച്ച് നിലാവ് നോക്കി നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇത് ചെറിയ വട്ടൊന്നുമല്ല, നല്ല മൂത്തതാ. പിന്നെ ഒരു കാര്യം, തെലുങ്ക് ടീം തരുന്ന ഒരു ഭക്ഷണവും നീ കഴിക്കണ്ട. നരസിംഹൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ അമ്മോ, ഒന്നുകിൽ അവൻ ഇത് കൂടി ചുറങ്ങും, അല്ലെങ്കിൽ തലയും കുത്തി നടക്കട്ടെ. രണ്ടായാലും അവസാനം ഒന്നും തന്നെ. ബാല്യകാല ഭർത്താവിന്റെ മുഖം കണ്ടോണ്ട് വെളുപ്പാങ്കാലം വരെ ഞാൻ നിന്നെ ഇരുത്താൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് നീ കണ്ണു തുറക്കില്ല. ഇതെന്റെ കനകേട്ടന്, ഇത് റാണിക്ക്. കച്ചേരി പിഴങ്ങാനും തീരുവോ? ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് ഉറങ്ങണ്ടാന്ന്. പാല് ഇത് കുമാരനുള്ളതാ. പശുവും പാല്. കുമാരക്ക് ആട്ടുംപാല പതിവ്. കുടിക്ക്. കുടിച്ചോളാം. ఏమండి పాలే అక్కడ కూర్చుండి. ఏమండి మీరు తమాష ఆడుతున్నారు? പുരിയല്ലേ? എന്തിനാ അവളെ കളിയാക്കുന്നതെന്ന് അവിടെ വെച്ചിട്ട് വെക്കോ. ചൂടാറുമ്പോ കുടിച്ചോണം. പിന്നെ എനിക്കാണെങ്കിൽ തണുത്ത് തീരെ ഇഷ്ടമല്ല. ഏമണ്ടി പാല് നിന്റെ അമ്മ. രണ്ടിലൊന്നും ഇന്നറിയില്ല. വാ, നമുക്ക് നേരത്തെ പോയി പഠിക്കാൻ കുറച്ചിരുന്ന്. മീനാക്ഷി, എന്താ? വീണവായന കഴിയുമ്പോ ഇത് കുമാരിക്ക് കൊടുക്കണം. ഇത് കനകേട്ടന്. കനകേട്ടനോ? അതാരാ? അല്ല, കുമാരന്. മാറിപ്പോവരുത്. പാല് അവിടെ വെച്ചേക്കൂ. ഭഗവാനെ, ഇതിന്റെ ഒരു കമ്പി പൊട്ടിയിരുന്നെങ്കിൽ. ഇനി നിർത്താലേ? പൊട്ടിയോ? എന്ത്? അല്ല, വായിച്ച് വായിച്ച് വിരല് പൊട്ടിയൊന്ന്. പാലവിടെ ഇരിക്കുന്നു, കുടിക്കണ്ടേ? വേണ്ട, എനിക്ക് പാല് വേണ്ട. അതെന്താ? ഇന്ന് അമാവാസി തിഥിയല്ലേ, എനിക്ക് വ്രത. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ ജലപാനം പോലും പാടില്ല. ആണോ? ആ, കുമാറിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. എങ്കിൽ ഈ പാലിന്ന് മറ്റാരെങ്കിലും കുടിക്കട്ടെ. നമ്മൾ തമ്മിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ കുലഗുരു എന്ന് പറഞ്ഞാൽ രാജാവിന് തുല്യമാണ്. കുലഗുരുവിന്റെ പ്രധാന ഭിഷഗുരൻ എന്ന് പറഞ്ഞാൽ കുലഗുരുവിനും തുല്യനാ. ഭിഷക്കാരനൊക്കെ എങ്ങനെയാണ് അറിയാ കുലഗുരുവിനൊക്കെ തുല്യാവണത്? ഭിക്ഷക്കാരനല്ല, ഭിഷഗ്വരൻ, ചികിത്സകൻ. ഇപ്പൊ മനസ്സിലായോ? ചെന്നാറിട്ട് ഇഞ്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നുപോലെ തന്നെ. ഞാൻ ഇപ്പൊ പാലിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. കൊട്ടാരത്തിലെ പാലിന്റെ രഹസ്യം അറിയാവോ? കുങ്കുമപ്പൂവിട്ട് കാറ്റിയതാ. അതുകൊണ്ടല്ലേ ഈ രാജാക്കന്മാരും റാണിമാരും ഒക്കെ നല്ല തുടുത്ത് അസമപ്പിൾ പോലെ ഇരിക്കുന്നത്. പിച്ചക്കാരനും ഡെയിലി ഇതെടുത്ത് മോന്തരതല്ലേ. പിന്നെന്താ മുഖം ഇങ്ങനെ ചെരവാ പോലെ ഇരിക്കണത്? ഒരു മാതിരി അനാവശ്യം പറയരുത് കേട്ടോ. പറഞ്ഞാ ഞാനിപ്പം മുഴുവനും കുടിച്ചു തീർക്കും. നിനക്ക് വേറെ പാലിരിപ്പില്ല, അതെടുത്ത് കുടിച്ചൂടെ? ഈ പാലിന നിറം കൂടുതൽ, ഈ പാലിന രുചി കൂടുതൽ. എന്നാ ഒരു ഗ്ലാസ് കൂടെ കുടിക്കാം. എന്താ ഇവിടെ ആശ്രിതന്മാരുടെ സമ്മേളനം? മേം കലിസി പാലുവൊക്കെ ക്വാളിറ്റി ഗുరించి മറ്റാട് തുണ്ണാം. കള്ളത്തരവെന്തെങ്കിലും ചെയ്താൽ അപ്പൊ തെലുങ്ക് പറഞ്ഞോണം. ആർക്കും മനസ്സിലാവില്ലല്ലോ. ആ പാലിത രണ്ടുപേരും സ്ഥലപ്പെട്. കുങ്കുമപ്പൂവും ബദാമും ചേർന്ന പാലേ രാജാക്കന്മാർക്കുള്ളതാ. ചുംബന്മാര്
മന്ത്രിയാ എനിക്ക് ശമ്പളം തീരെ കുറവാ. ഈ മാസം മുതൽ ഒന്ന് കൂട്ടി തരണം. പിന്നെന്താ അളിയന് ഇപ്പൊ എത്ര രൂപ ശമ്പളം? 500 രൂപ ഉള്ളെന്ന്. ഇനി മുതൽ അളിയന് 1500 രൂപ ശമ്പളം അനുവദിച്ചിരിക്കും. മന്ത്രിയളിയൻ നീ നാൾ വാഴട്ടെ. പക്ഷെ 3 മാസത്തിൽ ഒരിക്കൽ അളിയന്റെ ശമ്പളം. എനിക്കത് പറ്റി ഞാനിതെന്താ വള്ളത്തിലാണോ? ആടുന്നല്ലോ. ഇത് എന്റെ മുറി തന്നെയല്ലേ? പിച്ചക്കാരാ? പിച്ചക്കാരനല്ലേ എളിയ? പിച്ചക്കാരൻ നമ്മളെവിടെ എളിയ? ദേവലോകത്ത്. അതേടാ, നമ്മൾ അഷ്പരകന്യകമാരുടെ നൃത്തം കാണാൻ പോവുക. താങ്ക്സ്. ഗാഠത കൊടുക്കാൻ കണ്ണെങ്കിലും വച്ചിക്കണേ, ബാക്കിയെല്ലാം ചതഞ്ഞു. മീരു എവരുണ്ട്? എന്റെ ആരോഗ്യം നോക്കാനാണെന്ന് പറഞ്ഞു വന്നിട്ട് കള്ളു കുടിച്ചു കിടക്കുക അല്ലേ? കുടിക്കാം. അരഗ്ലാസ് പാലടിച്ചപ്പോ ഇവളോന്റെ റിലേ പോയി. നല്ല സ്വയംഭ സാധനം. നാടൻ പട്ട പാലിന്റെ മുമ്പ് ഒന്നുമല്ല. കൊലഗുരുവേ, പാല് കുടിച്ചോ? ആരാ നീ? തുടക്കം പതറിപ്പോയി. ഗാഠത കൊടുക്കാൻ ശിവനെ. എന്റെ മുഖത്ത് നോക്കി കഴുതക്കുട്ടിന്ന് വിളിക്കുന്നോടാ. എടോ കൊലഗുരുവേ, താൻ എന്നെ തല്ലിയല്ലേ? ത്രിപുര സുന്ദരിയും തല്ലി. എനിക്കൊന്നും എണീച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പല്ലടിച്ച് താൻ താഴെ ഇട്ടേ, അറിയോ? ഈ ഗ്യാപ്പ് ഗോപാലിനെ എല്ലാരും അടിച്ചിട്ടേ ഉള്ളു. കനകാമ്പര അടിച്ചിട്ടുണ്ട്, ട്രൂപ്പ് സെക്രട്ടറി അടിച്ചിട്ടുണ്ട്, നാട്ടുകാർ ഓടിച്ചിട്ട് പട്ടി അടിക്കുന്നവരെ അടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഈ കനകാമ്പരന്റെ തന്ത ഋഷിയാശ കൈമളവരെ എന്നെ അടിച്ചിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞില്ലേ കൈമൾ? എന്താ അറിയോ? പണ്ട് ഏതോ കൊട്ടാരത്തിലെ കഞ്ഞവപ്പാരനായിരുന്നു. എന്തിനാ കൊല കൊണ്ടുപോണേ?